ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇസാസ് സെമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. മുട്ട പുഴുങ്ങാനൊന്നും നിൽക്കേണ്ട. രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു 3 സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, പിന്നെ 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു 3 വലുതാണ് എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലതുപോലെ ഒരു ഇടികല്ലിലോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ചതച്ചെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല പഴുത്ത 2 തക്കാളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കതൊരു മൂടപ്പാത്രം വെച്ച് മൂടി അതൊന്ന് തക്കാളി വേകുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു തവി വെച്ച് ഉടച്ച് എടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് മൂടി വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതപ്പം ഇളക്കരുത്. അതൊരു മൂടപ്പാത്രം വെച്ച് അടച്ച് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.